1201 ആണ്ട് മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. കുംഭക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയം നക്ഷത്രവും ഉരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. അത് വിഷവസ്തുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് പാമ്പ് വേണമെങ്കിൽ കടിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വിഷം ഉള്ളിൽ പോകാം. ഇതൊന്നുമല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാനും സാധ്യത എന്ന് പറഞ്ഞാൽ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്നും വിഷം ഏൽക്കേണ്ട ഒരു സാധ്യത ഉള്ളത് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. അത് അഗ്നിയിൽ നിന്നും, അതായത് ഇടിമിന്നൽ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള തീയിൽ നിന്നൊക്കെ ഉള്ള ഇലക്ട്രിക്കലിൽ നിന്നും ഒക്കെ ഉള്ള പൊള്ളലിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ടുള്ള രക്ഷപ്പെടലാണ്. അടുത്ത ബന്ധുവിനുണ്ടാകേണ്ടിയിരുന്ന വിയോഗത്തിൽ നിന്നും, അടുത്തൊരു ബന്ധു വളരെ വേണ്ടപ്പെട്ട ഒരാളിൻ്റെ ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്കാം, അങ്ങനെയൊക്കെയായതും രക്ഷപ്പെടാനൊരു സാധ്യത കാണുന്നുണ്ട്. യാത്രാ മൂലമുള്ള ദുരിതങ്ങളും ഉണ്ടാകേണ്ടിയിരുന്നത്, യാത്രയിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകേണ്ടിയിരുന്ന അതും മാറിക്കിട്ടുന്നു. അതുപോലെ വ്യക്തിത്വ പ്രതിസന്ധിയും മാറിക്കിട്ടുന്നു. ആജ്ഞാസിദ്ധി ലഭിക്കുന്നു, അധികാരമുള്ള ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പദവി ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയത്തിലായിരുന്നാലും ഒരു പദവി ലഭിക്കുന്നു. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ബഹുമതി ലഭിക്കുന്നതിനും ഈ ഈ കൂറിൽ ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശത്രുനാശം, ശത്രുക്കളുടെ ശല്യപ്പെടുത്തലുകൾ വളരെ കുറച്ച് ആയിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. സർക്കാരിൽ നിന്നുള്ള ഭയം ഉണ്ടാകേണ്ടിയിരുന്നത് മാറിക്കിട്ടുന്നു. അതായത് സർക്കാരിൽ നിന്ന് ഒക്കെയുള്ള ഇത് ലോൺ റിക്കവറിയോ അല്ലെങ്കിൽ ടാക്സ് സംബന്ധമായോ ഉള്ള ആ നോട്ടീസ് കിട്ടുന്ന അത് കുറച്ച് മാറ്റം വരുത്തുന്നു. അതായത് കുറേ അടുത്ത മാസത്തേക്ക് മാറ്റി വയ്ക്കുന്നു, അതിൻ്റെ അടച്ചാൽ മതിയാകും എന്നുള്ള രീതിയിൽ ഒരു ആശ്വാസം കിട്ടുന്നു. കള്ളന്മാർ നിമിത്തം, അതായത് മോഷ്ടാക്കൾ നിമിത്തം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലോ ഓഫീസിലോ ഒക്കെ കയറി വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുവാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതും ഭാഗ്യം കൊണ്ട് അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നു. മോഷണം നടന്നാലും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നു. അതുപോലെ പല രോഗങ്ങളും മാറിക്കിട്ടുന്നു. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ടെങ്കിലോ മാനസികമായിട്ടുണ്ടെങ്കിലോ അതെല്ലാം മാറിക്കിട്ടുന്നു. ഇനി പല ഗ്രഹങ്ങളും മോശരാശിയിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ ചെറിയ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകാം. ആയതിനാൽ സാമ്പത്തിക അച്ചടക്കം സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നാൽക്കാലികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആദായത്തിന് കുറച്ച് കുറവ് വരാം. പാലൊക്കെ ക്ഷീര കർഷകർക്കാണെങ്കിൽ പാലിൽ കുറച്ച് കുറവ് വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂട്ടുകച്ചവട ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടാളി നിങ്ങളെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചില നഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അടുത്ത ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചാണ് ഫലം പറയുന്നത്. ആദ്യം അവിട്ട നക്ഷത്രക്കാർക്കുള്ളതാണ്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുവാനോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ അസുഖങ്ങൾ ഉണ്ടായി ആശുപത്രിയിൽ കിടക്കാനോ ഒരു കോമ സ്റ്റേജിലാകാനോ ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. അതുപോലെ എല്ലാത്തിനോടും ഒരു ഭയം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നാട്ടിൽ നിന്നും കുടുംബസമേതം, അതായത് അച്ഛനമ്മമാർ സഹിതം വേറെ ഒരു നാട്ടിലേക്ക് പോയി താമസമാകാനും ഉള്ള സാധ്യതയുണ്ട്. ഇത് പല രീതിയിലാകാം. ഔദ്യോഗികപരമായി അച്ഛനും അമ്മയ്ക്കും ജോലിയിൽ മാറ്റം വന്നതിനാൽ ആ സ്ഥലത്തേക്ക് പോയതും മതിയാകും. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അന്തസ്സുള്ള ഒരു നല്ല ജോലിയും അതനുസരിച്ചുള്ള സാമ്പത്തികവും എല്ലാം അവർക്ക് ലഭ്യമാകും. പറ്റിയ ഇണയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിന് സാധിക്കുന്നു. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. കൂടാതെ നല്ല മിത്രങ്ങളെയും അവർക്ക് ലഭിക്കുന്നു. ഈ സമയത്ത് 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കുന്നതിനുള്ള ഒരു സമയമാണ് അവർക്കുള്ളത്. അറിയാത്ത കാര്യങ്ങൾക്ക്, നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾക്ക് ഒരു പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അത് നിങ്ങൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക. പക്ഷെ അത് ചിലരത് പല രീതിയിലും അത് നിങ്ങളെ സുഹൃത്തുക്കളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ
ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ വിദേശത്തേക്ക് ദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി പോകുന്നതിനോ അല്ലെങ്കിൽ കുറച്ച് ദാമ്പത്യത്തിൽ കുറച്ച് വിള്ളൽ വരുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് ചിലർക്കാണ്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിലേ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറേ മാനഹാനി വരാൻ വേണ്ടിയുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ നമ്മളെ തെറ്റിദ്ധരിച്ചേണ്ട അതെല്ലാം മാറിക്കിട്ടുന്നൊരു സമയമാണ് ഈ കാലഘട്ടം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടന്നു കിട്ടാം, മനസ്സമാധാനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സന്തോഷങ്ങളും അതായത് ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു സമയമാണ്. ബുദ്ധിയുടെ ഗതി നേരെയാകുന്നു. നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു സാധ്യത വരുന്നു. അതുകൂടാതെ തന്നെ ഒരു ബിസിനസ് സംരംഭകർക്കാണെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് കൂടുതൽ വികസിപ്പിക്കുന്നതിനോ ഒക്കെ സ്വന്തമായിട്ട് തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ലഭിക്കുന്നു. അതുപോലെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് കൊച്ചുമക്കളും മക്കളും എല്ലാവരും ചേർന്ന് അവർക്ക് വളരെ സുഖമായിട്ട് അവർക്ക് ഒരു സന്തോഷകരമായിട്ടൊരു ജീവിതമായിരിക്കും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നത്. 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കൾ എല്ലാം കൂടി ഒത്തുകൂടി നിങ്ങളുടെ ജന്മനാൾ ആഘോഷിക്കുകയും അതിൻ്റെ പൂജകളും എല്ലാം നടക്കുകയും ചെയ്യുന്നു. അതുമൂലം നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അടുത്ത് ചതയം നക്ഷത്രക്കാരുടെയാണ്. 12 വയസ്സ് വരെയുമുള്ള ചതയം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള പക്വത ലഭിക്കുന്നതിനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. ഇതിൽ ചില ചതയം നക്ഷത്രക്കാർക്ക് ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ലാത്ത ഒരു അവസ്ഥ വരാം. എന്നാലും കാലക്രമേണ അവർ വിദ്യാഭ്യാസമൊന്നും മുടങ്ങാണ്ട് അവർ പോവുകയും വിദ്യ നേടിയെടുക്കാൻ സാധിക്കുകയും അവർക്ക് ഇതെല്ലാം മാറ്റം വരികയും ചെയ്യുന്നു ക്രമേണ. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകളെല്ലാം അല്പമായി കുറഞ്ഞ് നല്ല ഒരു കഷ്ടപ്പാടില്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. കുടുംബത്തിലെ ഐശ്വര്യങ്ങളെല്ലാം അവർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് സാമ്പത്തിക സ്ഥിതിയുണ്ട്, ഭൂസ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ തന്നെയും ഇത് നേരാവണ്ണം നോക്കി അതിനെ പരിപാലിച്ചെടുക്കാനുള്ള മുതിർന്നവരുടെ ഒരു പ്രാപ്തിക്കുറവ് മൂലം പല രീതിയിലുള്ള സാമ്പത്തിക പരാധീനതകൾ വരാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുപോലെ ഒരു സുരക്ഷാക്കുറവ് കാണുന്നുണ്ട്. ആപത്തുകളിലൊക്കെ ചെന്ന് ചാടാം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കൂടി കാണുന്നുണ്ട്. പല ചൂഷണങ്ങൾക്കും വിധേയമാകാം. വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു തൊഴിൽ നേടാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ്. ധനത്തിന് കുറവുണ്ടെങ്കിലും ഒരിക്കലും ധനത്തിന് ആവശ്യത്തിന് ധനം ലഭിച്ചുകൊണ്ടിരിക്കും. ധനത്തിന് കുറവ് വരും, പക്ഷേ ധനം ലഭിച്ചുകൊണ്ടിരിക്കും. 16-ാം വയസ്സിൽ ഒരു ചതിയിൽപ്പെടാണ്ട് ശ്രദ്ധിക്കണം. കേസ് വഴക്കൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളായ ആൾക്കാർ അപവാദം പറഞ്ഞു വരുത്തുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പോലീസ് പരാതി, കോടതി നടപടികൾ ഇങ്ങനെയെല്ലാം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില അന്യ പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില ബുദ്ധിമുട്ടുകൾ, മാനഹാനി വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മാനഹാനി ഉണ്ടാകും. വാദസംബന്ധമായ അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു അവയവത്തിന് സർജറിയും വേണ്ടി വന്നേക്കാം. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും സമ്പത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് അവർക്ക്. സാധാരണ 50 വയസ്സ് മുതലുള്ള ചതയ നക്ഷത്രക്കാർക്കാണ് സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചമായിട്ട് വരുന്നത്. ഒരു പരിധിവരെ സമ്പദ് വ്യവസ്ഥ താളം തെറ്റിയാൽ തന്നെയും ഒന്നിനൊരു കുറവുമില്ലാണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. സന്തോഷമുള്ള പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സങ്കടങ്ങളും ചെറിയ രീതിയിൽ ഉണ്ടാകാം. ഒരു സർജറി വേണ്ടി വരാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് ഈ കാലയളവിൽ. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികളും എല്ലാവർക്കും സുഖമായി ചേർന്നൊരു മനസമാധാനമുള്ളൊരു ജീവിതം അവർക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ചില ചതയ നക്ഷത്രക്കാർക്ക് അവർ വളരെ സാമ്പത്തിക മെച്ചത്തിലുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു സമ്പന്നനാണെങ്കിൽ അവരുടെ വസ്തുവകകൾ സംബന്ധിച്ച് കേസും വഴക്കുകളൊക്കെ നടക്കേണ്ട ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഇവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി വസ്തുക്കൾ സ്വന്തമാക്കാനും അല്ലെങ്കിൽ സമ്പത്ത് സ്വന്തമാക്കാനും പലരും ശ്രമിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഈ കാലയളവിൽ നടത്തുന്ന
വസ്തുവിനെ സംബന്ധിച്ചുള്ള ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഇടപാടുകളെല്ലാം വളരെ ഒരു സംരക്ഷണയോടുകൂടി വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അബദ്ധം പറ്റും, ചതി പറ്റും. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം, ചതിവ് വരാനിരുന്നതൊക്കെ മാറിപ്പോയതും അതെല്ലാം അവർക്ക് പരിഹാരം കിട്ടി. അവർക്ക് നല്ല ഒരു സമയം ലഭിക്കുന്നു, ഒരു ജീവിതം അവർക്ക് ലഭിക്കുന്നു. അവർക്ക് നല്ല രീതിയിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു. അടുത്തത് പൂരുട്ടാതി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ്. 9 വയസ്സ് വരെയുള്ള പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സമ്പത്ത് ലഭിക്കും, ആരോഗ്യം ലഭിക്കും. അതുപോലെ തന്നെ ഇവരുടെ അച്ഛനമ്മമാരുടെ പൂർവിക സ്വത്തുക്കൾ വീതം വെച്ച് കിട്ടി, അതിൽ നിന്നൊരു ഓഹരി ഇവർക്ക് കിട്ടുകയും അതിന് ഭൂസ്വത്തായിട്ടോ അല്ലെങ്കിൽ വീടായിട്ടോ പണമായിട്ടോ ഒക്കെ ലഭിക്കേണ്ട സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെയും ഇവർക്ക് ഒരു പുതിയ വീട്ടിൽ താമസിക്കേണ്ട യോഗം ഈ കൊച്ചിന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ചില പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വരുന്നതിനും സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ജയിൽവാസം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ ഒരു 18 വയസ്സിനകം വരെയുള്ള രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധിക്കണം. ആരുമായിട്ട് കൂട്ടുകെട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് തോന്നും എങ്കിൽ തന്നെയും അവസാനം അതൊന്നും തടസ്സമില്ലാണ്ട് ഒരു പരിധിവരെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകുവാൻ സാധിക്കുന്നു. അവസാനത്തെ 4 വർഷം 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് അവർക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ ലഭിച്ച തൊഴിൽ അതിനെ ഉടനെ തന്നെ അത് വേണ്ടാന്ന് വയ്ക്കരുത്, അതിൽ പ്രവേശിക്കുക, ആ ജോലി ചെയ്യുക. അതിലിരുന്നു കൊണ്ട് ഒരു നല്ല ജോലിക്ക് ശ്രമിക്കുക. നല്ല ജോലി കിട്ടിയതിന് ശേഷം ഇതിനെ വേണ്ടാന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്ന ഈ സമയത്ത് ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിൽ. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പറ്റിയ ജോലിയെ കണ്ടുപിടിച്ച് വിവാഹിതരാകാൻ സാധിക്കുന്നു. വാഹനം മുതലായവ വാങ്ങാൻ സാധിക്കുന്നു. വീട് വാങ്ങാൻ സാധിക്കുന്നു. മനസ്സമാധാനവും ശാരീരിക സുഖവും അവർക്ക് ലഭിക്കുന്നു. ശരീരത്തിലുള്ള ചില അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ മാറിക്കിട്ടുകയും ചെയ്യുന്നു. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ധനനാശം, ദാരിദ്ര്യം എന്നിവ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ധനനാശം വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം വരേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ദമ്പതിമാർ തമ്മിൽ കുറച്ച് അകന്ന് താമസിക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട്. വിദേശവാസം ഈ സമയത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയമാണ്. പുതിയ വീട്, വാഹനം, വസ്തുവകൾ എന്നിവ അവർക്ക് വാങ്ങുവാൻ സാധിക്കുന്നു. അത് കൂടാതെ തന്നെ ഇതിൽ ചിലർക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറുന്നതിനും ഒരു ഭാഗ്യം ഉണ്ടാകാം. അതുപോലെ ഉദരരോഗമുള്ള വളരെ വയറുവേദന, അതായത് മറ്റേതെങ്കിലും അവയവങ്ങൾക്ക് വയറിൻ്റെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു അവർക്ക്. അതുപോലെ ആരെയും ചതിവിൽപ്പെടാണ്ടവർ ശ്രദ്ധിക്കേണ്ടതാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുരിതങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടുതലും രോഗങ്ങൾ മൂലമാണ്. അത് വീഴ്ചയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നതും വീഴാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മേടമാസത്തിൽ ഇപ്പം ഇന്ന് 2 മേടമാസം. ഈ മേടമാസം നിങ്ങൾക്ക് മുഴുവനും സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.